EduTech ചാനലിലേക്ക് സ്വാഗതം. മിഡ്ടേം ഐടി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇന്ന് കാണിക്കുന്നത്. 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വന്ന ഐടി ചോദ്യങ്ങളും അവ ചെയ്യേണ്ട രീതിയുമാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പം ഇന്ന് പൈത്തൺ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് പൈത്തൻ്റെ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ പ്രദർശിപ്പിക്കാനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ നൽകി സേവ് ചെയ്യുക. 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാക്കി ഇതിനെ മാറ്റുക. മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ പൈത്തൺ ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിയിൽ നിന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഷെല്ലാണ് തുറന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ പ്രോബ്ലം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ തന്നതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഫോർ k in range 2, 100, 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കോളൻ ടൈപ്പ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്യാണ്. പ്രിൻ്റ് കെ എന്ന് കൊടുക്കുന്നു. ഇതൊന്ന് നമ്മൾ സേവ് ചെയ്യണം. ആദ്യം തന്നെ ഫയലിൽ സേവ് ആസ് എന്ന് കൊടുക്കണം. ഹോമിൽ എക്സാം 9 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. 2 തൊട്ട് 98 വരെയുള്ള ഇരട്ട സംഖ്യകൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 101 വരെ ഉണ്ടായിരുന്നു. അപ്പം 101 വരെ ഉണ്ടെങ്കിൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളാണ് പ്രിൻ്റ് ചെയ്യുക. കാണിച്ചു തരാം ഒന്നും കൂടി. അപ്പോൾ ഇതാ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്നത് 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാക്കി ഇതിനെ മാറ്റാനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഈ k in range എന്നുള്ളിടത്ത് നമ്മൾ മാറ്റം വരുത്തുക. ഇവിടെ 2ന് പകരം 1 കൊടുക്കുന്നു. 99 വരെ കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ 100 കൊടുത്താൽ മതി. തൊട്ട് മുമ്പിലത്തെ സംഖ്യ കൊടുക്കുക. പിന്നെ +2 ആഡ് ചെയ്ത് വരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പം 1 തൊട്ടിട്ട് 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ അതിൽ +2 ആഡ് ചെയ്ത് വരാൻ പറയുമ്പം 1 + 2 3 5 അങ്ങനെ ആയിട്ട് വരുന്ന കാണാം. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒറ്റ സംഖ്യകൾ 99 വരെയുള്ളത് പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് എന്ന വാക്ക് ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ചുവടെ കൊടുത്തിരിക്കുന്നു. ഫോർ i in range 20 എന്ന് തന്നിട്ടുണ്ട്. പ്രിൻ്റ് ലാൻഡ് സ്ലൈഡ്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. ഈ പ്രോഗ്രാമിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്തി സേവ് നേച്ചർ എന്ന വാചകം 25 തവണ ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമാക്കി സേവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്യാം. അതിന് ഞാൻ പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്തു. ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോഡ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യുന്നു. ഫോർ i in range. അപ്പം നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ എടുക്കുന്നു. അപ്പോൾ ഇത് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത് 20 ടൈംസ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇനി സേവ് നേച്ചർ എന്ന വാചകം 25 തവണ പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമായിട്ട് മാറ്റാനാണ്. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് എന്നുള്ളത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ സേവ് നേച്ചർ എന്ന് കൊടുക്കുന്നു. ഇവിടെ 20ക്ക് പകരം 25 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റൺ ചെയ്യാണ്. അപ്പം സേവ് നേച്ചർ എന്ന് 25 ടൈംസ് ആയിട്ട് പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും.